റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. AD 1095 മുതൽ 1291 വരെ മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നടന്ന കുരിശുയുദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്രിസ്തീയതയുടെ പേരിൽ നടന്ന സൈനിക മുന്നേറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് പിൽക്കാലത്ത് കുരിശുയുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. കുരിശുയുദ്ധങ്ങളെല്ലാം തന്നെ മതപരമായ സ്വഭാവം പുലർത്തിയവയും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടിയും നടത്തിയ യുദ്ധങ്ങളാണ്. മതനിഷേധികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്കും എതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ യുദ്ധങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. 1095 അർബൻ രണ്ടാമൻ മാർപ്പാപ്പ ക്ലെർമോണ്ട് കൗൺസിലിൽ വെച്ച് ആദ്യത്തെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു. ബൈസാന്റിയൻ ചക്രവർത്തിയായ അലക്സിയന് മാർപ്പാപ്പ പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം. തുടർന്ന് സെൽജൂക്ക് തുർക്കികൾക്കെതിരെ ജെറുസലേമിലേക്ക് സായുധ തീർത്ഥാടനത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പടിഞ്ഞാറൻ യൂറോപ്പിലെ എല്ലാ മേഖലകളിൽ നിന്നും ഈ ആഹ്വാനത്തിന് ആവേശകരമായ പിന്തുണ ലഭിച്ചു. കുരിശുയുദ്ധങ്ങളിൽ ചേരാൻ സന്നദ്ധ പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നു. സ്വർഗീയ ജെറുസലേമിൽ കൂട്ടത്തോടെ കയറുവാനുള്ള ആവേശം, ഫ്യൂഡൽ വ്യവസ്ഥകളെ പ്രീതിപ്പെടുത്തൽ, പ്രശസ്തി നേടുവാനുള്ള അവസരം, സാമ്പത്തികവും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ എന്നീ കാരണങ്ങളായിരുന്നു അവരെ ഇതിലേക്ക് ആകർഷിച്ചത്. ആദ്യ വിജയത്തിൽ തന്നെ എഡസ കൗണ്ടി, അന്ത്യോക്യയുടെ പ്രിൻസിപ്പാലിറ്റി, ജെറുസലേം രാജ്യം, ട്രിപ്പോളി കൗണ്ടി എന്നീ 4 കുരിശുയുദ്ധ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. 1221 ഏക്കർ ഉപരോധത്തിൽ പരാജയപ്പെട്ടതുവരെ കുരിശുയുദ്ധ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നു. ഇതിനുശേഷം വിശുദ്ധ ഭൂമിക്ക് വേണ്ടി കൂടുതൽ കുരിശുയുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രധാനമായും 3 കുരിശുയുദ്ധങ്ങളാണ് ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. AD 1097 മുതൽ 1099 വരെ നടന്ന കുരിശുയുദ്ധമാണ് ഒന്നാം കുരിശുയുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ജെറുസലേം നഗരം മുസ്ലിം ആധിപത്യത്തിൽ നിന്നും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഈ യുദ്ധം. ജെറുസലേം തീർത്ഥാടനത്തിന് പോകുന്ന ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾ ക്രൂരമായി പെരുമാറുന്നു എന്ന വാർത്ത ഫാദർ പീറ്റർ ദി ഹെർമിറ്റ്, അന്നത്തെ പോപ്പായിരുന്ന അർബൻ രണ്ടാമനെ അറിയിച്ചതിനെ തുടർന്ന് പോപ്പ് അർബൻ രണ്ടാമന്റെ അഭ്യർത്ഥന മാനിച്ച് ജെറുസലേം പിടിക്കുവാൻ ബൈസാന്റിയൻ ചക്രവർത്തിയായ അലക്സിയൻ യുദ്ധത്തിന് ഒരുങ്ങുകയായിരുന്നു. സെൽജൂക്ക് ഭരണാധികാരിയായ ഖുനിയ ആയിരുന്നു അന്നത്തെ തുർക്കി ഭരണാധികാരി. ഈ യുദ്ധത്തിൽ ഖുനിയയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി മുന്നേറിയ കുരിശു സൈന്യം ജെറുസലേം മുസ്ലിമിൽ നിന്നും തിരിച്ചു പിടിക്കുകയും ജെറുസലേം ക്രിസ്ത്യൻ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ ചില ചെറിയ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളും സ്ഥാപിച്ചു. AD 1147 മുതൽ 1149 വരെ നടന്ന യുദ്ധങ്ങളാണ് രണ്ടാം കുരിശുയുദ്ധം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം കുരിശുയുദ്ധം പ്രഭുക്കന്മാരുടെ കുരിശുയുദ്ധം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഒന്നാം കുരിശുയുദ്ധത്തിൽ സ്ഥാപിച്ച ഒദേസ എന്ന രാജ്യം ഇമാമുദ്ദീൻ സംഘിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ തിരിച്ചുപിടിച്ചതിനെ തുടർന്ന് ഉണ്ടായതാണ് രണ്ടാം കുരിശുയുദ്ധം. യൂജീനിയസ് മൂന്നാമൻ ആയിരുന്നു ആ കാലത്തെ പോപ്പ്. ക്രിസ്ത്യാനിയുടെ രാജാവായിരുന്നത് ജർമ്മനിയിലെ കോൺറാഡ് മൂന്നാമൻ ആയിരുന്നു. കൂടാതെ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി ഏഴാമനും ഈ യുദ്ധത്തെ പിന്തുണച്ചു. 2 സൈനിക വ്യൂഹമായി ആണ് കുരിശ് സൈന്യം എത്തിയത്. രണ്ടും ഒരുമിച്ച് സെൽജുക് സൈന്യത്തോട് ഏറ്റുമുട്ടി സെൽജുക് സൈന്യത്തെ പരാജയപ്പെടുത്തി. AD 1189 മുതൽ 1192 വരെ നടന്ന കുരിശുയുദ്ധങ്ങളാണ് മൂന്നാം കുരിശുയുദ്ധം എന്ന് അറിയപ്പെടുന്നത്. കുരിശുയുദ്ധങ്ങളിൽ ഏറ്റവും വലുതും പ്രസക്തവുമാണ് മൂന്നാം കുരിശുയുദ്ധം. രാജാക്കന്മാരുടെ കുരിശുയുദ്ധം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായി 3 രാജാക്കന്മാരാണ് ക്രൈസ്തവരെ പിന്തുണച്ച് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഫ്രാൻസിന്റെ രാജാവായിരുന്ന ഫിലിപ്പ് അഗസ്റ്റസ്, ഇംഗ്ലണ്ടിന്റെ അന്നത്തെ രാജാവായിരുന്ന റിച്ചാർഡ്
ലയൺ ഹാർട്ട്, കൂടാതെ ജർമ്മനിയുടെ ഭരണാധികാരിയായിരുന്ന ഫെഡറിക് ബർബറോസ എന്നിവരായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി ആയിരുന്നു മുസ്ലിങ്ങളുടെ നേതാവ്. മുസ്ലിങ്ങളുടെ ഇടയിൽ തമ്മിൽ മത്സരമുണ്ടായിരുന്നുവെങ്കിലും അവർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ അണിനിരക്കുകയും ശക്തമായ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുകയും ചെയ്തു. ഹാത്തിൽ യുദ്ധത്തിൽ വിജയിച്ച അദ്ദേഹം 1187 സെപ്റ്റംബർ 29 ജെറുസലേം കീഴടക്കി. സലാഹുദ്ദീന്റെ ഈ വിജയം യൂറോപ്പിനെ ആകമാനം നടുക്കി. ജെറുസലേമിനെ സലാഹുദ്ദീൻ കീഴടക്കി എന്നറിഞ്ഞ അന്നത്തെ പോപ്പ് അർബൻ മൂന്നാമൻ 1187 ഒക്ടോബർ 19 ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. തുടർന്ന് വന്ന പോപ്പായ ജോർജ് എട്ടാമൻ 1187 ഒക്ടോബർ 29 മൂന്നാം കുരിശുയുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. ഇംഗ്ലണ്ടിന്റെ രാജാവായിരുന്ന റിച്ചാർഡ് ദ ലയൺ ഹാർട്ട്, ഫ്രാൻസിന്റെ ഭരണാധികാരിയായിരുന്ന ഫിലിപ്പ് അഗസ്റ്റസ്, ജർമ്മനിയുടെ ഭരണാധികാരി ഫെഡറിക് ബർബറോസ തുടങ്ങിയവർ ചേർന്നാണ് യുദ്ധം നയിച്ചത്. യുദ്ധത്തിനായി പുണ്യഭൂമിയായി ജെറുസലേമിലേക്ക് നീങ്ങവേ ഫെഡറിക് ബർബറോസ ഒരു നദി കടക്കുന്നതിനിടെ മുങ്ങി മരിച്ചു. മറ്റ് 2 സൈന്യങ്ങൾ ജെറുസലേമിൽ എത്തിയെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലം ഫ്രാൻസിന്റെ രാജാവായ ഫിലിപ്പും തിരിച്ചുപോയി. പിന്നീട് റിച്ചാർഡ് ദ ലയൺ ഹാർട്ടാണ് യുദ്ധം നയിച്ചത്. 1191 ബൈസാന്റിനിൽ നിന്നും സൈപ്രസ് ദ്വീപ് പിടിച്ചെടുത്ത റിച്ചാർഡ് ഏറെ നാളത്തെ ഉപരോധത്തിനു ശേഷം അക്രെ പട്ടണവും തിരിച്ചുപിടിച്ചു. മെഡിറ്ററേനിയൻ കടൽ തീരത്തിന്റെ ദക്ഷിണ ഭാഗത്തിലൂടെ മുന്നേറിയ റിച്ചാർഡിന്റെ സൈന്യം അർഫസിനടുത്തുള്ള മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുകയും ജഫ എന്ന തുറമുഖ നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. അവസാനം ജെറുസലേം ഉപരോധിച്ചു. എന്നാൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ജെറുസലേം നഗരത്തെ പ്രതിരോധിച്ചു. അവസാനം ഉപരോധം പരാജയപ്പെട്ട റിച്ചാർഡ് തിരിച്ചു മടങ്ങി. ഇതിനുശേഷം വിശുദ്ധ ഭൂമി വീണ്ടെടുക്കുന്നതിനായി കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.